को साफ करने के लिए 2 लोग लगाए और पूरा जो पानी है, पानी के साथ जितना कचरा है, डस्टबिन में जाना चाहिए वैसे तो, मगर पूरा गंगा मैया में जा रहा है। यहीं पे वो होती है जिसको आप देखते हो ना, सिर्फ संग को बचते हैं, सब कुछ करते हैं। वो 2 लोग को और नियुक्त कर सकते थे कि भाई ऐसा कर, तू कचरा उठा, मैं पानी चलाता हूँ। मगर यहाँ पे गंगा मैया की ममता बहुत बड़ी है, इतनी बड़ी है। നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവില്ല. ഇനി ഹിന്ദി അറിയാത്തവർക്ക് ഞാൻ മലയാളത്തില് ഇദ്ദേഹം പറയുന്നത് അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. ഇവിടെ ഇദ്ദേഹം കാണിച്ചു തരുന്നത് ഗംഗ ആരതി നടക്കുന്ന സ്ഥലമാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് ഓടുന്നുണ്ടായിരിക്കും. നമ്മുടെ ഭാരതപ്പുഴയിൽ ഒരു നിള ആരതി എന്ന് പറഞ്ഞ ഒരു പരിപാടി നടന്നായിരുന്നു. പുഴയുടെ നടുക്ക് വെച്ചാൽ നടന്നേ. ഇത് പുഴയുടെ നടുക്കൊന്നല്ല, പുഴയുടെ കരയിൽ വളരെ ഗംഭീരമായിട്ട് പ്രത്യേക തട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു ആരതിയൊക്കെ നടക്കുന്നത്. ഈ ആരതി നടക്കുന്ന അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് ഈ ഒരു യൂട്യൂബർ, ഇദ്ദേഹത്തിന്റെ പേര് സനീം വാല എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇവരവിടെ പോയിട്ട് പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗംഗ ആരതിയൊക്കെ നിങ്ങൾ ഈ സംഘഭക്തി ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ ശേഷം എന്താണ് അവസ്ഥ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാണ്. വേസ്റ്റ്, അട്ടർ വേസ്റ്റ്, ഏറ്റവും അഴുക്കുകളാണ് ആ ഒരു പ്രദേശത്ത് മുഴുവൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ വ്യക്തമാവില്ല എന്നുള്ളതുകൊണ്ട് ഒന്നുകൂടി കണ്ടോക്ക്. കഴുകിക്കളയാണേ. कचरा है, डस्टबिन में जाना चाहिए वैसे तो, मगर पूरा गंगा मैया में जा रहा है। यहीं पे वो होती है जिसको आप देखते हो ना, सिर्फ संग को बचते हैं, सब कुछ करते हैं। वो 2 लोग को और नियुक्त कर सकते थे कि भाई ऐसा कर, तू कचरा उठा, मैं पानी चलाता हूँ। मगर यहाँ गंगा मैया की ममता ഗംഗാ നദിയിലേക്ക് बहुत बड़ी है, इतनी बड़ी है. എന്റെ പൊന്നു സുഹൃത്തെ, ഗംഗാ നദി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തൊരു അഴുക്കാന്നാലോചിച്ചൊക്കെ. ഈ കച്ചറ മുഴുവൻ ആ ഗംഗാ നദിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന അർത്ഥം. മുഴുവൻ അഴുക്കും ആ ഒരു ഗംഗാ നദിയിലേക്ക്. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഗംഗാ നദി എന്ന് പറയുന്നത് ഇന്ത്യയിലെ സംഘഭക്തർക്ക് ഭയങ്കര പുണ്യമായിട്ടുള്ള നദി എന്നാണ് അവർ പറയുക. ഭയങ്കര പുണ്യമാണ് ഈ പുണ്യം. ഇവരെങ്ങനെയാണ് ഈ പുണ്യ നദി എന്ന് ആ ഒരു നദിയെ ഇവര് കണക്കാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് കിട്ടുന്ന പൂജാദ്രവ്യങ്ങൾ മുഴുവൻ, പാല്, നെയ്യ്, ഈ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂക്കളും മറ്റും എന്ന് വേണ്ട ഹവിസുകള്, ഈ പറയുന്ന സാധനം മുഴുവൻ ഈ നദിയിലേക്ക് കണ്ട് ഒഴുക്കും. എന്തോ നദി എന്താ അമ്മയാണെന്നോ വേറെ എന്തൊക്കെയോ ദേവിയാണെന്നൊക്കെ സങ്കല്പം. ഇങ്ങനെയൊക്കെ സങ്കല്പം ഉണ്ടെങ്കിൽ അതിനെതിരെ ഇങ്ങനെ നശിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ഈ ഗംഗ ആരതിയും മറ്റൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവിടെ മുഴുവൻ നശിപ്പിച്ച് പണ്ടാറടക്കി. ആ പണ്ടാറടക്കിയ അതേ പരിപാടി എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തിലേക്കും വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആളുകളൊക്കെ അത്ഭുതപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. സംശയത്തിന് കാരണമുണ്ട്. എങ്ങനെയുണ്ട് കണ്ടോളി. എന്താണോ കുടിക്കുന്നത്? എറിയണ നദി, ഗംഗാ നദി കച്ചറയാണ്. എന്റെ പൊന്നു സുഹൃത്ത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലേക്ക് ഇതേ ഒരു സാധനം രാഷ്ട്രീയപരമായിട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് RSS നടത്തിയത്. അത് നമ്മുടെ കുംഭമേള എന്ന പേരിൽ മാഘമഹോത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു നിളാതീരത്ത് നടന്നു. സത്യസന്ധമായിട്ട് അതിന് ചുറ്റുഭാഗത്തുള്ള മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായിട്ടുള്ള ആളുകളൊക്കെ ചോദിച്ചാൽ മതി, അവർക്ക് എന്താണ് നദി എന്ന് അവർ പറഞ്ഞുതരും. അവർക്ക് കുടിവെള്ള സ്രോതസ്സാണ്. ചുറ്റുഭാഗത്തുള്ള വെള്ളമൊക്കെ വറ്റുന്ന സമയത്ത് അവർക്ക് കുളിക്കാനും മറ്റൊക്കെ അവർ ഉപയോഗിക്കുന്ന സ്ഥലമാണത്. അവർ കുളിക്കാൻ, വസ്ത്രമൊക്കെ ഒന്ന് കഴുകാനും വേണ്ടിയിട്ട് കുടിവെള്ളമായിട്ട് പോലും അതിലത്തെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 44 ലക്ഷം പേരാണ് ഈ ഒരു നിളാ നദിയുടെ വെള്ളം ഉപയോഗിച്ച് ജീവിക്കുന്നത്. ആ നിളാ നദിയിലാണ് ഈ പറയുന്ന പരിപാടി കടന്ന് അവിടെ ഗംഭീരമായിട്ട് വൃത്തിയാക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ മൂത്രമൊഴിച്ചവരുണ്ട്, മലമൂത്ര വിസർജനം നടത്തിയ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇതൊന്നും ഇല്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ വേറെ ആരുടെയൊക്കെ പോയി പറഞ്ഞാൽ മതി. എന്തൊക്കെയായാലും വേറെ സംഗതി കൂടി അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാണ്ട്. എങ്ങനെയെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മുസ്ലിം വിരോധം ഉണ്ടാക്കുക എന്നാണ്. ആൾറെഡി നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. പിഞ്ചു കുട്ടികളുടെ മനസ്സിലേക്ക് പോലും തൊട്ടപ്പുറത്ത് ഒരു ഹിജാബ് ധരിച്ച, ബുർക്ക ധരിച്ച ഒരാളെ കാണുമ്പോൾ ഇവിടെ അതിൻ്റെ ഉള്ളിൽ ഒരു ബസ്സിൻ്റെ ഉള്ളിൽ പോലും, സ്കൂൾ ബസ്സിൻ്റെ ഉള്ളിൽ പോലും ഗണഗീതം പാടുക, അല്ലെങ്കിൽ ഹിന്ദു ഭക്തി ഗാനങ്ങളൊക്കെ പാടുക, എന്നിട്ട് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്ന പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഒന്ന് കണ്ടോക്കെ.
ഇവിടെ നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹിജാബ് ട്രാജഡ് ബൈ ക്ലാസ്മേറ്റ്സ് ചാൻഡ് റിലീജിയസ് സ്ലാങ്സ് വെറിങ് സൈൻ ഓഫ് ബീയിങ് ഇൻടോളറൻസ് ഇൻ സ്കൂൾ. നമ്മുടെ ഉത്തരേന്ത്യയിലത്തെ സ്കൂൾ പോലും ഇൻടോളറൻസ് ആണ്. തൊട്ടൊപ്പം സഞ്ചരിക്കുന്ന ഒരു സുഹൃത്തിനെ അവർ വിശ്വസിക്കുന്ന മതത്തിൽ അവർ വിശ്വസിച്ചോട്ടെ എന്നൊക്കെ കരുതി അവരെ ഒപ്പം കൊണ്ടു നടക്കാനുള്ള ഒരു ടോളറൻസ് പോലും നഷ്ടപ്പെടുന്ന ഒരു ജനത ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ മഹാരാജ്യത്ത്. ഇത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. ആ ഉണ്ടാക്കപ്പെട്ട ആ ഒരു ഇൻടോളറൻസിലെ ഇനി അതിൽ നിന്ന് നമ്മൾ തിരികെ പോവുക, മനുഷ്യരായിട്ട് തിരികെ പോവുക എന്നൊക്കെ പറയുന്നത് കഷ്ടമാണ്. പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്, ഈ ഉത്തരേന്ത്യയിൽ കാണുന്ന ഈ കോണ കൊടുക്കാത്ത കുറെ സ്വാമിമാരുടെ അവസ്ഥകളൊന്നും നമ്മുടെ കേരളത്തിൽ ഉണ്ടാവില്ല, നമ്മുടെ നാട്ടിൽ എന്തായാലും ഇത്തരം ആളുകളെ കണ്ടെങ്കിൽ നമ്മൾ അവഗണിക്കുമെന്നൊക്കെ പറയാം. ഒരു തേങ്ങില്ല. ഇത്തരം ആളുകളൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് വരും, അവരെ പിന്നാലെ ആളുകൾ കൂടും, അവരെ കാലുകൾ തൊഴും. ഇനി അവരൊഴിച്ച മൂത്രം കുടിക്കാൻ പറഞ്ഞാൽ ഈ പറയുന്ന സംഘഭക്തർ കുടിച്ചെന്നിരിക്കും. പശുവിന്റെ മൂത്രമൊക്കെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ കൈയൊക്കെ ഇങ്ങനെ കാണിച്ച് അങ്ങനെ തന്നെ മോതുന്ന ടീമാണ് ഈ സംഘഭക്തർ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിക്കോളാം. നോക്കൂ, ഇതാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് നമ്മുടെ പുണ്യനദി എന്ന് പറയുന്നത്. ആ പുണ്യനദിയിലേക്കാണ് ഈ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ കൊടി അടക്കാതിലുണ്ട്. എന്തൊരു സങ്കടം ആലോചിച്ച് നോക്കിയേ. നോക്കൂ, ഇതാണ് പുണ്യനദി. എന്തോന്ന് പുണ്യനദി കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതാ അടുത്തത്. നിങ്ങൾക്കിത് എന്താണെന്ന് മനസ്സിലായോ? ഒരു ഡസ്റ്റ്ബിൻ ആണെന്നേ. ആ ഡസ്റ്റ്ബിന്നിൽ ഏതോ ഒരുത്തം കൊണ്ടുവന്നിട്ട് പൂജാദ്രവ്യം ഒരു പൂവിട്ടു. ഇപ്പൊ ആ ഡസ്റ്റ്ബിന്നിന് ചുറ്റും കൂടിയിരുന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. കൊച്ചു കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നാലും എന്ത് ലോകാണ് ഈ ആളുകളോട് നമ്മൾ പോയിട്ട് ജനാധിപത്യത്തെ കുറിച്ചിട്ട് ഇവിടെ നടക്കുന്ന മതപ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ തല ഇല്ലാണ്ടാവുന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല. അമ്മാതിരി അന്തപ്പുകളാണ് നമ്മുടെ UP-യിലും മറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമ്മാതിരി ഡസ്റ്റ്ബിന്നിനെയാണ് ഈ ആരാധിക്കുന്നത്. ഡസ്റ്റ്ബിന്നിനെ ഇപ്പൊ കുറെ സംഖ്യകളുണ്ട് വരും, നീയൊക്കെ പലതും പറയണ്ട, അത് ആരും അവിടെ അമ്പലത്തിൽ പോയതിന്റെ വേസ്റ്റ് അവിടെ കൊണ്ടുപോയിടുന്ന അല്ല, അക്ഷരാർത്ഥത്തിൽ അവിടെ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നതും മറ്റും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഇതാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യ എന്നതാണ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ ഇനി തിരികെ വരിക എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ അത് കുറച്ച് കഷ്ടമാണ്. തിരികെ വരുമെന്നുള്ള കാര്യത്തിൽ ഇല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. തിരികെ വരാനുള്ള സാധ്യത കുറവാണ്. അത്രയ്ക്ക് ഭീകരമാണ്. ബൈ. സംശയമല്ല, ഇനിയിപ്പോൾ അടുത്ത വർഷം എങ്ങാണ്ട് 40 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന, ഇപ്പൊ ഒരു 10-12 ദിവസമായതുകൊണ്ട് തന്നെ നമ്മുടെ നദി അത്ര മലിനപ്പെട്ടിട്ടില്ല. അത്ര അധികം തീട്ടവും മൂലവും മൂത്രമൊന്നും നമ്മുടെ നിള നദിയിലേക്ക് ആയിട്ടില്ല എന്നൊക്കെ പറയാം. അവിടെ ഒരു കേളപ്പച്ചിയുടെ ഒക്കെ ഒരു ശവകുടീരൊക്കെ ഉണ്ട്. അതിനൊക്കെ തൊട്ടടുത്തൊക്കെ ആയിരുന്നു ഈ ബാത്റൂമൊക്കെ സ്ത്രീകൾക്കൊക്കെ വേണ്ടിയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പുഴയുടെ കരയാണ്, നല്ല വെള്ളം, നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ അത് മുഴുവൻ വേസ്റ്റ് മുഴുവൻ. ഇനി അവിടെ അപ്പിയൊക്കെ ഉണ്ടോയെന്ന് വലിയ പിടുത്തമില്ല, ഉണ്ടെങ്കിൽ അതൊക്കെ പുഴയ്ക്ക് ഇറങ്ങും. ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണ് അവിടെ ചുറ്റുവട്ടത്തിലെ ആൾക്കാരെ കൺസേണുകൾ. വിശ്വാസപരമായിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും നടത്തിക്കോളൂ, പക്ഷെ അത് ഈ പുഴയെ നശിപ്പിച്ചുകൊണ്ട് പുഴയെ അമ്മയായിട്ടും പുഴയെ ദേവിയായിട്ടൊക്കെ കരുതുന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? അതിനെ ഏറ്റവും പരിശുദ്ധിയായിട്ട് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതല്ലേ. എന്നാൽ അതെല്ലാം നടക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? കൺസേൺസ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബൈ.